ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 7.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 വരെയായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. നമുക്കിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനെ പല മെത്തേഡിൽ ചെയ്യാം. അപ്പം വേണമെങ്കിൽ നമുക്കിപ്പം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള സൈൻ എക്സ് ഉണ്ട് ഇവിടെ, അല്ലെ? സൈൻ എക്സ് ഉണ്ട് ഇവിടെ, മൈനസ് ഇല്ലെന്നേ ഉള്ളൂ, എന്നാലും സൈൻ എക്സ് ഉണ്ട് ഇവിടെ, അല്ലേ? അതുപോലെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോസ് എക്സ് ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് സൈൻ എക്സിനോ കോസ് എക്സിനോ, എക്സ് എന്ന് ഉദ്ദേശിച്ചത് എ എക്സ് പ്ലസ് ബി, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ്, ഒരു റിലേഷനാണ് സൈൻ 2θ എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ഫോം തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പം എനിക്ക് സൈൻ തീറ്റ കോസ് തീറ്റയുടെ ഫോമിൽ എഴുതണമെങ്കിൽ എങ്ങനെ വരണം? ഈ ഇൻറ്റു ചെയ്തേക്കുന്ന 2 ഈക്വൽ ഇവിടെ വന്ന് ഡിവൈഡ് ആണ്, അല്ലേ? അതായത് സൈൻ 2θ ഡിവൈഡഡ് ബൈ 2 ഈ ഫോമിൽ എഴുതാം. അതായത് സൈൻ തീറ്റ കോസ് തീറ്റയെ നമുക്ക് സൈൻ 2θ ബൈ 2 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ തീറ്റ ആരാണ് ഇവിടെ? ഇവിടെ തീറ്റയുടെ പ്ലേസിൽ ആരാ? എ എക്സ് പ്ലസ് ബി ആണ്, അല്ലേ? അതായത് ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2θ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഡി എക്സ്, ഇങ്ങനെ എഴുതാം, അല്ലേ? അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ 2 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2 എ എക്സ് പ്ലസ് ബി ഡി എക്സ്, അല്ലേ? ഇനി ഇവിടെ നമുക്ക് എ എക്സ് പ്ലസ് ബിക്ക് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എ എക്സ് പ്ലസ് ബിക്ക് ഞാൻ പുട്ട് ടി ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പം ഡി ടി എന്ന് പറയുന്നത് എന്ത് വരും? എ ഡി എക്സ് എന്ന് വരും, അല്ലേ? എ ഡി എക്സ് എന്ന് വരും. ബിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റൻറ്റ് വരും. എക്സിൻ്റെ ഡി എക്സ്, എക്സിൻ്റെ 1 ആണ്, അല്ലേ? അപ്പം എന്ത് വരും? അപ്പം നമുക്കിവിടെ ഡി എക്സ് ആണ് വേണ്ടത്, അല്ലേ? ഡി എക്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഡി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അതായത് ഡി ടി ബൈ എ ഈസ് ഈക്വൽ ടു ഡി എക്സ്. അപ്പോൾ ഡി എക്സിന് പകരം നമുക്ക് ഡി ടി ബൈ എ എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2t, അല്ലേ? 2 എ എക്സ് പ്ലസ് ബിക്ക് പകരം അല്ലേ നമ്മൾ ടി എന്ന് കൊടുത്തേ? അപ്പോൾ 2t എന്ന് വരും. ഡി എക്സിന് പകരം ഡി ടി ബൈ എ എന്നും വരും. ഡി ടി ബൈ എ. ഇപ്പം ഈ ബൈ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരാം. അതായത് 1/2a ഇൻ്റഗ്രൽ സൈൻ 2t ഡി ടി എന്ന് വരും, അല്ലേ? അപ്പം നോക്കാം. ഇപ്പം എന്ത് വരും? 1/2a. എന്താണ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ 2tയുടെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് 2t എന്ന് വരും, അല്ലേ? കഴിഞ്ഞോ? ഇല്ല. ഇവിടെ ടിയുടെ കോഎഫിഷ്യൻറ്റ് 2 ഉണ്ടല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ 2 എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും, പ്ലസ് സി, അല്ലേ? അതായത് ഈ 2 ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇൻറ്റു ആണേ. അതായത് ഇസ് ഈക്വൽ ടു -1/4a കോസ് 2t പ്ലസ് സി, അല്ലേ? നോക്കിക്കേ, ഈ മൈനസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഈ 2യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കിനി നമ്മൾ എന്തായിരുന്നു ടിക്ക് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ? എ എക്സ് പ്ലസ് ബി ആണ്, അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? കോസ് 2 ഇൻറ്റു എ എക്സ് പ്ലസ് ബി പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബിക്ക് നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടി. അതായത് എ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഡി ടി എന്ന് വരും. നമുക്കിവിടെ എ ഡി എക്സ് ഇല്ല, ഡി എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി എക്സ് എന്ന് പറയുമ്പോൾ എ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് ഈക്വലിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ അത് ഡിവിഷൻ ആവും, അല്ലേ? അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബിക്ക് പകരം നമ്മൾ ടി എന്ന് കൊടുത്തല്ലേ? ടി ഡി ടി ബൈ എ. ഡി എക്സിന് പകരം ഡി ടി ബൈ എ എന്നാണ്, അല്ലേ? അപ്പം ഈ ബൈ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ കൊണ്ടുവരാം. അതായത് 1/a ഇൻ്റഗ്രൽ ഓഫ്
റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് റേസ് ടു 1/2 എന്നായിരുന്നു എഴുതുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ടി റേസ് ടു 1/2 ഡി ടി എന്തായിരുന്നു? എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു? എക്സ് റേസ് ടു n+1/n+1. അതിവിടെ അപ്ലൈ ചെയ്തേ എന്ത് വരും? ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു ടി റേസ് ടു 1/2 + 1/1/2 + 1 പ്ലസ് സി എന്ന് വരും അല്ലേ? അപ്പോൾ നോക്കിക്കേ എന്ത് വരും? എന്താണ് 1/2 + 1 എന്ന് പറയുന്നത്? എന്താണ്? 3/2 അല്ലേ? 1 × 1 2 × 1 1 + 2 3/2. അതായത് ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ഡിനോമിനേറ്ററിലുള്ള 3/2 എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/a ഇൻറ്റു 2/3 ഇൻറ്റു ടി റേസ് ടു 3/2 പ്ലസ് സി. 1 × 2 a × 3 1 × 2 2 ബൈ a × 3 3 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 2/3a ഇൻറ്റു ടിക്ക് പകരം നമ്മൾ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ടിക്ക് എന്തായിരുന്നു? ax + b ആയിരുന്നു നമ്മൾ ടി എന്ന് വിളിച്ചത്. നമുക്കിവിടെ ടിക്ക് പകരം ax + b എന്ന് കൊടുക്കാം. ടി റേസ് ടു 3/2 അല്ലേ? അപ്പോൾ ax + b റേസ് ടു 3/2 പ്ലസ് സി. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ax + b 3/2 പ്ലസ് സി. 6th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.